days in Nerd's Academy. അപ്പോൾ നമ്മൾ ചാർജസിനെ കുറിച്ച് പറഞ്ഞു, then ചാർജസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. then ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അടുത്ത സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് അല്ലെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരുപോലെ രണ്ട് ചാർജസ് എടുത്ത് വെച്ചിട്ടുള്ളത് റിപ്പലിംഗ്, then ഓപ്പോസിറ്റ് ചാർജസ് എടുത്ത് വെച്ചിരുന്നാൽ അട്രാക്റ്റീവ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അട്രാക്ഷൻ റിപ്പൾഷൻ എന്നൊക്കെ പറയുന്നത് അവർ തമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ച് പറയുന്ന ടേംസ് ആണ് അല്ലെ. തീർച്ചയായിട്ടും രണ്ട് ചാർജുകൾ എടുത്ത് വെച്ചിരുന്ന ആ ചാർജസ് തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവും? there will be attractive force and there will be a repulsive force. അപ്പൊ എന്തായാലും നോക്കിയേ, രണ്ട് ചാർജസ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് Q1 Q2 എന്നുള്ള രണ്ട് ചാർജസ്. സപ്പോസ് Q1 and Q2, they are two charges. സോ ഈ രണ്ട് ചാർജസ്, അപ്പൊ ഈ രണ്ട് ചാർജസ് എന്ന് പറയുന്നത് രണ്ട് പോസിറ്റീവ് ചാർജ് ആവാം, രണ്ട് നെഗറ്റീവ് ചാർജ് ആവാം, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്, എന്തോ ആയിക്കോട്ടെ. എന്തായാലും അവർ തമ്മിലൊരു ഫോഴ്സ് ആക്റ്റീവ്, അട്രാക്റ്റീവ് റിപ്പൾസീവ് എന്തോ ആയിക്കോട്ടെ. സോ ഈ രണ്ട് ചാർജുകൾ R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. they are placed in free space. ഫ്രീ സ്പേസിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂളോംസ് ലോ പറയുന്നത്രേ ഉള്ളൂ, ഇവർ തമ്മിൽ അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവുമല്ലോ. this force, okay, the attractive or repulsive force between these two charges is directly proportional to, ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് it is directly proportional to the product of magnitude of the charges. രണ്ട് ചാർജുകളുടെ എന്തെടുത്താൽ മതി? മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരെണ്ണം ഒരു പ്ലസ് ഒരെണ്ണം മൈനസ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ആയിരിക്കും കിട്ടുന്നത്, എന്നാലും നിങ്ങൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ രണ്ടും പ്ലസ് ആണെങ്കിൽ കുഴപ്പമില്ല, രണ്ട് മൈനസ് ആണെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യും. എന്തായാലും പ്ലസോ മൈനസോ എന്തോ വന്നോട്ടെ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മാത്രം മതി. സോ അട്രാക്റ്റീവ് or repulsive force between two charges is directly proportional to the magnitude of the charges, and it is inversely proportional to, this force is inversely proportional to the square of the distance between the charges. ആ രണ്ട് ചാർജില്ലേ, ആ ചാർജുകളുടെ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇതാണ് കൂളോംസ് ലോ പറയുന്നത്. അപ്പൊ കൂളോംസ് ലോയുടെ ഡെഫിനിഷൻ വളരെ സിമ്പിൾ അല്ലേ, നമുക്ക് എങ്ങനെ പറയാം? what is the definition of Coulomb's law? The attractive or repulsive force between two charges. ചാർജ് തമ്മിൽ അട്രാക്റ്റീവ് വരാം, റിപ്പൾഷൻ വരാം. ഓക്കെ, അതിന്റെ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു. So the attractive or repulsion between two charges is directly proportional to product of magnitude of the charges and inversely proportional to square of the distance between the charges. നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പറഞ്ഞപ്പോൾ ഇതേ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അല്ലെ, അവിടെ മാസ് ആയിരുന്നു. അപ്പൊ അതിനിവരുടെ ചാർജ് the product of magnitude of the charges and inversely proportional to square of the distance between the charges. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് Coulomb's law. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് എഴുതാം. therefore that is EF is directly proportional to, that is Q1 Q2 by inversely proportional to R square. Proportional sign മാറ്റാൻ വേണ്ടി നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ. so here constant is physically K into Q1 then Q2 divided by R square. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇനി ഇതിനകത്ത് ഈ കോൺസ്റ്റന്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഈ K എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ നോർമലി നമ്മൾ K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നോർമലി അതിനെ എന്താ പറയുന്നത്? 1 by ഒരു ഫിക്സഡ് വാല്യൂ അല്ലേ, 3 or 4 അങ്ങനെ എന്തെങ്കിലും പറയാം. പക്ഷെ ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് 3 or more constants. 3-4 കോൺസ്റ്റന്റുകളുടെ ഒരു സെറ്റ് ആണ് ഇവിടുത്തെ കോൺസ്റ്റന്റ്. അപ്പൊ ആ കോൺസ്റ്റന്റ് എത്രയാണ് നോക്കാം. കോൺസ്റ്റന്റ് ഈസ് 1 by പ്രശ്നമില്ല, 4 by പ്രശ്നമില്ല, നമ്മൾ കേട്ടുള്ള ടേമുകളാണ്. സോ അടുത്ത നമ്മളൊരു പരിചയമില്ലാത്തൊരു ടേമിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ടേം ഈസ് എപ്സിലോൺ 0. ഓക്കെ, ഇതിനെ വായിക്കുന്നത് എപ്സിലോൺ എന്നാണ്. ഇതാ ഇങ്ങനെ എഴുതുന്നേ, this epsilon, it is epsilon. Okay, this is epsilon എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ എന്തിട്ടുണ്ട്? ഒരു 0 ഇട്ടിട്ടുണ്ട്. so this is known as epsilon 0. okay, this is epsilon 0. okay, about 1 by 4 pi epsilon 0. എന്താ ഈ epsilon എന്ന് പറഞ്ഞാൽ epsilon 0 represents the permittivity of free space.
എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞാൽ ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ മീഡിയം ഫ്രീ സ്പേസ് ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്നുമില്ല, ഫ്രീ സ്പേസ് ആണ്. അപ്പൊ പ്രത്യേകിച്ച് എയറോ അങ്ങനെ ഒന്നുമില്ല, ഇറ്റ്സ് എ ഫ്രീ സ്പേസ്. ഇപ്പൊ ഫ്രീ സ്പേസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മീഡിയത്തിലൂടെയും ഒരുപോലെ ആയിരിക്കത്തില്ല രണ്ട് ചാർജ് നമ്മൾ എടുത്ത് പ്ലേസ് ചെയ്താൽ. സപ്പോസ് നമുക്ക് തന്നെ എല്ലാ മീഡിയത്തിലൂടെ ഒരേ സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എയറിലൂടെ നമ്മൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. നമുക്ക് അതേ സ്പീഡിൽ നമുക്ക് വാട്ടറിലൂടെ മൂവ് ചെയ്യാൻ പറ്റും? ഇല്ല. മീഡിയം മാറുന്നതനുസരിച്ച് അതായത് നമ്മളെ ആ മീഡിയം പെർമിറ്റ് ചെയ്യുന്നത്, കടത്തി വിടുന്നത് വേറെ 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 റേറ്റിലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് ചാർജുകൾ ഓരോ മീഡിയത്തിലും എടുത്തു വയ്ക്കുമ്പോൾ മീഡിയം തീർച്ചയായിട്ടും ആ ചാർജ് തമ്മിലുള്ള ഫോഴ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ചില മീഡിയത്തിൽ അതിന് നല്ല ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ട് ചെയ്യാൻ പറ്റും, എന്നാൽ ചില മീഡിയത്തിലോ വളരെ ചെറിയ ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പറഞ്ഞു മനസ്സിലായി. ഇവിടെ നമ്മൾ ഫ്രീ സ്പേസ് ആയതുകൊണ്ട് ആ ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പെർമിറ്റ് ചെയ്യുന്ന അളവ്, അതാണ് അതിന്റെ പെർമിറ്റിവിറ്റി. പെർമിറ്റ് ചെയ്യും, ഇവൻ എത്ര ഫോഴ്സ് അവിടെ കൊടുക്കുന്നത് പെർമിറ്റ് ചെയ്യുന്നു. അത് ഓരോ മീഡിയത്തിനും ഡിഫറെന്റ് ആണ്. സോ ദാറ്റ് ടൈം ഈസ് പെർമിറ്റിവിറ്റി. അതാണ് പെർമിറ്റിവിറ്റി, പെർമിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി. ഓക്കെ, സോ അതാണ് ഇവിടെ റിപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എപ്സിലോൺ സീറോ. ഏതാണ് എപ്സിലോൺ സീറോ? ദെൻ ഈ എപ്സിലോൺ സീറോയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്. എപ്സിലോൺ സീറോ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 8.85 into 10⁻⁻12 ആണ് എപ്സിലോൺ സീറോയുടെ വാല്യൂ. സോ വാട്ട് ഈസ് വാല്യൂ ഓഫ് എപ്സിലോൺ സീറോ? എപ്സിലോൺ സീറോയുടെ വാല്യൂ എത്രയാണ്? 8.85 into 10⁻⁻. എപ്സിലോൺ സീറോയുടെ മാത്രം വാല്യൂ ആണ് നമ്മുടെ. അപ്പൊ therefore the constant മൊത്തം വാല്യൂ ഇത് വരും. therefore 1/4π എപ്സിലോൺ സീറോ മൊത്തം വാല്യൂ ഇപ്പൊ എത്ര വരുന്നത്? that is 1/4 into 3.14 into that is 8.85 into 10⁻⁻12 വരും. മൊത്തം വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ the answer is 9 into 10⁻⁹ ഉണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഏകദേശം 8.99 സംതിങ് into 10⁻9 എന്ന് കിട്ടും. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, റൗണ്ട് ചെയ്ത് 9 into 10⁻9 വരും. സോ 1/4π എപ്സിലോൺ സീറോ മൊത്തം വാല്യൂ എത്രയാണ്? 9 into 10⁻9. then എപ്സിലോൺ സീറോയുടെ മാത്രം വാല്യൂ 8.85 into 10⁻⁻12 ആണ്. So therefore the attractive or repulsive force between two charges, that is F is equal to, നമ്മൾ എങ്ങനെ പറയാം? F is equal to, that is കോൺസ്റ്റന്റ് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1/4π എപ്സിലോൺ സീറോ then പിന്നെയുള്ളത് Q1 Q2 by R square. This is an attractive or repulsive force between two charges. So that force is, equation of the force is F is equal to 1/4π epsilon 0 Q1 Q2 by R square. This is an attractive or repulsive force between two charges. So equation is F is equal to 1/4π epsilon 0 Q1 Q2 by R square. This is an attractive force between two, attractive or repulsive force between two charges. അപ്പോൾ നമുക്ക് കൂളോംസ് ലോ അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ എപ്സിലോൺ സീറോ, എന്താ എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞാൽ it is a permittivity of free space. The value is 8.85 into 10⁻⁻12. കോൺസ്റ്റന്റ് മൊത്തം വാല്യൂ. അപ്പോൾ നമുക്ക് രണ്ട് ചാർജുകൾ മാത്രം നോക്കാം. F is equal to 9 into 10⁻9 into ബാക്കി എന്ത് വരാം? Q1 Q2 by R square. ഓക്കെ, ഇതായിരിക്കും നമ്മൾ രണ്ട് ഇവിടെ ഫ്രീ സ്പേസിൽ എടുത്ത് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കുള്ള. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഈസ് F is equal to 1/4π epsilon 0 Q1 Q2 by R square. ഇപ്പൊ സപ്പോസ് നമുക്ക് ഒരു എക്സാമ്പിൾ തരാണ്. സോ ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ നോക്കുന്നു. ഇപ്പൊ എക്സാമ്പിളില് ഇപ്പൊ സപ്പോസ് രണ്ട് ചാർജസ് +5 മൈക്രോ കൂളോം ആൻഡ് +3 മൈക്രോ കൂളോം, ഇപ്പൊ രണ്ടും കൂടെ ഒരു 10 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലിരിക്കും. So what is the force between them? Repulsive force ആണ്. Okay, what is the force between them എന്ന് ചോദിക്കും. അപ്പോൾ direct force equation F is equal to 1/4π epsilon 0 Q1 Q2 by R square. So ഇതിൽ തന്നിരിക്കുന്ന Q1 എത്രയാണ്? Q1 is +5 micro coulomb. So that is 5 into 10⁻⁻6. Micro is -6. Then Q2 is +3 micro coulomb. So that is 3 into 10⁻⁻6. Alright. So what is the distance? R is 10 centimeter. Centimeter meter ആകുന്നതെങ്ങനെയാ? 10 into 10⁻⁻². 10 into 10⁻² is -2 plus 1 is -1.
10 raised to minus 1 meter. Okay. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്മൾ ഫോഴ്സ് എങ്ങനെ എഴുതാം? So therefore 9 into 10 raised to 9. So what is Q1? Q1 is 5 into 10 raised to minus 6. Q2 is 3 into 10 raised to minus 6. മാഗ്നിറ്റ്യൂഡ് മാത്രം കഴിഞ്ഞാൽ അഥവാ നെഗറ്റീവ് വന്നാലും ഇവിടെ പ്ലസ് എഴുതിയത് കാര്യം കൂളംസിലെ പറഞ്ഞിട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജസ് divided by r square. What is r? 10 raised to minus 1 the whole square. So it's simple അല്ലേ? So 95 is 45. 45 into 3. 40 into 3 120. 5 into 3 135. അല്ലേ? 95 45. 45 into 3 is 9. 135. 9. Okay, 135 into 9 minus 6 minus 6 minus 12 plus 9 is minus 3. Minus 12 plus 9 is minus 3 into 10 raised to minus 1 the whole square is minus 2 molecular root 10 raised to 2. So that is 135 into 10 raised to minus 1. That is 13.5. 135 into 10 raised to minus 1 is ഒരു പരിപ്രദമാണ്. That is 13.5 Newton. കണ്ടോ? ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏതാ ഫോഴ്സ് തരും, എനിക്ക് വേണമെങ്കിൽ കിട്ടുന്ന ഒരു ഡിസ്റ്റൻസ് തരില്ല. അപ്പൊ ആറ് കണ്ടുപിടിക്കാൻ ചോദിക്കും. സിമ്പിൾ അല്ലേ? ആർ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് പിന്നെ റൂട്ട് എടുത്ത് ആറ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നോർമലി അതിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത സെഷനിലേക്ക് നമ്മൾ പോകുന്നത് ഇതിനെ ഈ നമ്മളിപ്പോ ഫോഴ്സിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ ഡയറക്ഷൻ കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, ഇത് മോളിലോട്ട് ആക്കാനായിട്ട്. ഓക്കെ, ഇപ്പൊ ഡയറക്ഷൻ കൂടെ നമുക്ക് നോക്കണം. അപ്പൊ നമുക്ക് അതിന്റെ വെക്റ്റർ ഫോമും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിന്റെ വെക്റ്റർ ഫോം മീൻസ് അതിന്റെ ഡയറക്ഷൻ കൂടെ കൂളോംസ് ലോയുടെ വെക്റ്റർ ഫോമും കൂടെ നമുക്കൊന്ന് നോക്കാം. സോ ദാറ്റ് ഈസ് വെക്റ്റർ ഫോം ഓഫ് കൂളോംസ് ലോ. Vector form of Coulomb's law. Okay, Coulomb's law യുടെ വെക്റ്റർ ഫോം നോക്കാം. അപ്പോൾ വെക്റ്റർ ഫോം നോക്കുമ്പോൾ അതിന്റെ ഡയറക്ഷൻ കൂടെ നോക്കിയിട്ട് വേണം നമ്മളത് മെഷർ ചെയ്യാൻ. ഇപ്പോൾ സപ്പോസ് അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ പറയുമ്പോൾ Q1 then Q2. Q1 and Q2 are positive charges. പോസിറ്റീവ് ചാർജസ് ആണ് വിചാരിക്കാം. വെക്റ്റർ ഫോം ഈ ഒരു കണ്ടീഷൻ മാത്രം എഴുതിയാൽ മതി. Q1 Q2 പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ there is here Q1 then here Q2 separated by a distance r. Okay, രണ്ട് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് എന്ത് സംഭവിക്കും? ഈ Q1 Q2 നെ അങ്ങോട്ട് റിപ്പൽ, Q2 Q1 നെ ഇങ്ങോട്ട് റിപ്പൽ. That is this is the force r acting on the second charge by the first charge. And this one is two രണ്ടാമത്തെ ചാർജ് ഒന്നാമത്തെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്ത്. This is force acting on the first charge by the second. ഏത് ചാർജിലാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതാണ് ആദ്യം എഴുതേണ്ടത്. ഇവിടെ രണ്ടാമത്തെ ആക്ട് ചെയ്യുന്നത് ആരാണോ ഫോഴ്സ് കൊടുക്കുന്നത് അവനെ രണ്ടാമത്തെ എഴുതണം. ഇവിടെ ഒന്നാമത്തേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ആരാ കൊടുക്കണേ? രണ്ടാമത്തെ ഇങ്ങോട്ട് തള്ളും, അവനെ അങ്ങോട്ട് തള്ളുന്നു, ഇവനെ ഇങ്ങോട്ട് തള്ളുന്നു. റിപ്പൽഷൻ. ഓക്കെ, പറഞ്ഞ് മനസ്സിലായി? അപ്പൊ ഇത് ഇങ്ങോട്ട് തള്ളുമ്പോഴത്തേക്ക് ഇങ്ങോട്ടുള്ള പൊസിഷൻ വെക്ടർ ഉണ്ടല്ലോ, 2-ൽ നിന്ന് 1-ലേക്കുള്ള ഡയറക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള പൊസിഷൻ വെക്ടർ ആണ് R21. അതുപോലെ 1-ൽ നിന്ന് 2-ലേക്കുള്ള പൊസിഷൻ വെക്ടർ സൂചിപ്പിക്കാനുള്ളതാണ് R12. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ആക്ടിങ് ഓൺ Q2 by Q1. So that is force acting on Q2. Q2 ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് രണ്ടാമത്തെ ആക്ട് by Q1. That is F21. വെക്റ്റർ ഫോമിലാണ് ഇക്വേഷൻ എന്താ? മാഗ്നിറ്റ്യൂഡ് എന്താ? 1/4/0 Q1 Q2 by r square. അത് മാറ്റില്ല. പിന്നെ നമ്മൾ എന്ത് വേണം? ഡയറക്ഷൻ കൂടെ കൊടുക്കണം. അപ്പൊ ഡയറക്ഷൻ കൂടെ എങ്ങനെ കൊടുക്കാം? എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? F21 എന്ന് പറഞ്ഞ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? ഇങ്ങോട്ട്. അത് ഏതിന്റെ ഡയറക്ഷൻ? R12 എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ ആണ് F21 എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അല്ലേ? സംശയം ഉണ്ടോ? R21 എന്ന് പറയുന്ന വെക്ടർ അല്ലേ Q1 ൽ നിന്ന് Q2 ലേക്ക് വരച്ച വെക്ടറാണ് R12. ആ ഡയറക്ഷനിലാണ് F21 എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സംശയമില്ലല്ലോ അതിനകത്ത്? ഇല്ല. അപ്പൊ നമ്മൾ അതിന്റെ ഡയറക്ഷൻ എങ്ങനെ ഇവിടെ എഴുതും? ഡയറക്ഷൻ എഴുതാൻ വേണ്ടി R12 is the direction, അല്ലേ? അപ്പൊ R12 വെക്ടർ ആ ഡയറക്ഷൻ അവിടെ കൊടുത്താലുള്ള പ്രശ്നം എന്താ? ഇതിന്റെ വാല്യൂ വ്യത്യാസം വരും. ഫോഴ്സ് ഇത്രേ ഉള്ളൂ, 1/4/0 Q1 Q2 by r square. അത്രേ നമ്മൾ ഫോഴ്സ് കൊടുക്കാവൂ. നമ്മളിവിടെ R12 R12 ഒരു വാല്യൂ ഇല്ലേ?
അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞാൽ വാല്യൂവിൽ വ്യത്യാസം വരില്ലേ? അതുകൊണ്ട് വാല്യൂവിൽ വ്യത്യാസം വരാതിരിക്കുകയും വേണം, നമ്മൾ ഡയറക്ഷൻ കൊടുക്കുകയും വേണം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ മണ്ടയിൽ നമ്മളൊരു ക്യാപ്പ് ഇട്ട് കൊടുക്കും. ക്യാപ്പ് എന്താ ഇട്ട് കൊടുക്കുന്നത്? യൂണിറ്റ് വെക്ടർ അല്ലേ? യൂണിറ്റ് വെക്ടറിന്റെ വാല്യൂ 1 അല്ലേ? അപ്പൊ ഇതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂവിൽ വ്യത്യാസമില്ലല്ലോ. ഡയറക്ഷനുമായി എങ്ങോട്ടാ ഡയറക്ഷൻ? F21 ഡയറക്ഷൻ എങ്ങോട്ടാ? F21 ഡയറക്ഷൻ R12 ഡയറക്ഷനിലാണ്. സോ ഇത് വെക്ടർ ആയില്ലേ? നമ്മുടെ വാല്യൂവിൽ വ്യത്യാസമില്ലാതെ നമ്മൾ അതിന്റെ ഡയറക്ഷൻ എഴുതി. ഓക്കെ, ഇത് തിരിച്ചെങ്ങനെ പറയാം? That is a force acting on Q1 by Q2. That is this force. That force is F12 is equal to same force അല്ലേ ആക്ട് ചെയ്യുന്നത് 1/4π Q1 Q2 by R square. അതിനൊന്നും മാറ്റമില്ല. പിന്നെയോ ഡയറക്ഷൻ എങ്ങോട്ടാ? ഇങ്ങോട്ടല്ലേ? So that will be R21 cap. എന്തായിരിക്കും? R21 cap. Okay, so this is അപ്പോൾ ഇതതിന്റെ ഡയറക്ഷനുമായി this is a vector form of the Coulomb's vector form ആണ്. സോ നമ്മൾ Coulomb's law പെർമിറ്റിവിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു പെർമിറ്റിവിറ്റി? ഒരു മീഡിയം ചാർജുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനെ പെർമിറ്റ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു പെർമിറ്റിവിറ്റി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എന്താ റിലേറ്റീവ് പെർമിറ്റിവിറ്റി? റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയോ എല്ലാ മീഡിയത്തിനും പെർമിറ്റിവിറ്റി ഉണ്ടല്ലോ. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? നമ്മൾ ഏതെങ്കിലും ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എടുക്കും. സോ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് ദിസ് ഈസ് എ പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം. ഏതെങ്കിലും ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അതായത് എല്ലാ മീഡിയത്തിനും നമ്മൾ നേരത്തെ പറഞ്ഞു പെർമിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം, ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ദാറ്റ് ഈസ് എ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമുക്ക് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ അത് ഉപയോഗിക്കും. സോ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് സ്മോൾ k is permittivity of a medium, that is epsilon m medium. Okay, medium that is epsilon m by the permittivity of free space is epsilon 0. That is epsilon m by epsilon 0. Permittivity of a medium by permittivity of free space. ഇതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് epsilon m എങ്ങനെ എഴുതാം? പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം is k into epsilon 0 എന്ന് എഴുതാം അല്ലേ? അപ്പോ ഇപ്പൊ രണ്ട് ചാർജസ്, if two charges are in free space, ഫ്രീ സ്പേസിലാണെങ്കിൽ അവർ തമ്മിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? ഞാൻ F0 എന്ന് വിളിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു 1/4π epsilon 0 Q1 Q2 by R square. So if two charges in a medium, വേറെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മീഡിയത്തിലാണെങ്കിലോ, സോ ദാറ്റ് ഈസ് അതിനെ ഞാൻ Fm എന്ന് വിളിച്ചു. That will be 1/4π epsilon m Q1 Q2 by R square. epsilon m നെ നമുക്ക് എങ്ങനെ ആക്കാം? 1/4π epsilon m ന് വരാം k into epsilon 0 or epsilon 0 into k എന്ന് കൊടുക്കാം. That will be Q1 Q2 by R square. So ഏതെങ്കിലും മീഡിയത്തിലാണെങ്കിൽ k അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അറിഞ്ഞിരുന്നാൽ മതി. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അറിഞ്ഞിരുന്നാൽ നമുക്ക് എന്താ മീഡിയത്തിലുള്ള ഫോഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ദാറ്റ് വിൽ ബി 1/4π epsilon 0 into k or epsilon m into Q1 Q2 by R square. അപ്പോൾ ഫ്രീ സ്പേസിലായിരിക്കുമ്പോഴാണോ നമ്മൾ ഏതെങ്കിലും മീഡിയത്തിൽ വെക്കുമ്പോഴായിരിക്കും അതിന് ഫോഴ്സ് കൂടുതൽ? തീർച്ചയായിട്ടും ഫ്രീ സ്പേസിലിരിക്കുമ്പോൾ എത്രയായിരുന്നു? 1/4π epsilon 0. മറ്റൊരു k കൂടെ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫോഴ്സ് കുറയും. ഇവിടെ ഫോഴ്സ് കുറയും. That means epsilon m മീഡിയത്തിലുള്ള ഫോഴ്സ് എപ്പോഴും ഫ്രീ സ്പേസിലുള്ള ഫോഴ്സിനെക്കാളും മീഡിയത്തിലുള്ള ഫോഴ്സ് കുറവല്ലേ അല്ലേ? മീഡിയത്തിലുള്ള ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? നമ്മുടെ ഇതിനേക്കാളും എപ്പോഴും ഫ്രീ സ്പേസിലായിരിക്കും എന്ത് കൂടുതൽ? ഫോഴ്സ് കൂടുതൽ. മീഡിയത്തിൽ നമുക്ക് ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരില്ലേ? അപ്പോൾ ഫോഴ്സ് കുറയും. Okay, so this is relative permittivity and dielectric constant, that is permittivity of a medium by
ഈ ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ടേം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു ടേം കൂടിയാണ്. സോ ദാറ്റ് ഈസ് എപ്സിലോൺ എം ന് നമ്മൾ എന്ത് കൊടുക്കുന്നു? എപ്സിലോൺ 0 ഇൻഡിക്കേറ്റ് ദാറ്റ് ഈസ് q1 q2 ബൈ r സ്ക്വയർ. ഓക്കേ, ഇത് നമ്മൾ ഒന്ന് കൂടുതൽ ഇപ്പൊ നമ്മൾ ഒരു ചാർജിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, സോറി രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മൾ എന്താ q1 q2 ബൈ r സ്ക്വയർ എന്ന് പറഞ്ഞു. ഒന്നിലധികം ചാർജുകൾ ഉണ്ടല്ലോ. ഓക്കേ, ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ് ആണ് ഇത്. ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ് ഒന്നിൽ കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ, അപ്പൊ ആ മൾട്ടിപ്പിൾ ചാർജ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. Superposition principle. Multiple charges, force between multiple charges can be solved by superposition principle. അതായത് ഒന്നിൽ കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ, രണ്ടിൽ കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഫോഴ്സ് കിട്ടും? സപ്പോസ് നമ്മൾ ഇവിടെ Q1 എന്ന് പറയുന്ന ചാർജ് ഇവിടെ ഉണ്ട്. So this is Q1. ഇവിടെ നമ്മൾ Q2 എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്, Q3 another ചാർജ്, Q4 അങ്ങനെ നമ്പർ ഓഫ് ചാർജ് ഉണ്ട് Qn. സോ നമ്മൾ ഇതെല്ലാം പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഈ Q1 then Q2 തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അതായത് Q1 ഇങ്ങോട്ട് തള്ളുമെന്ന് വിചാരിക്കാം. അതുപോലെ Q3 Q1 ഇങ്ങോട്ട് തള്ളുന്നു, Q4 തള്ളുന്നു, then n number of ചാർജിങ് തള്ളുന്നു. ഈ ഡിസ്റ്റൻസ് Q2 1 നമ്മുടെ ഡിസ്റ്റൻസ് ആണ്, that is R21. ഇങ്ങോട്ടല്ലേ 2 ൽ നിന്ന് 1 ലേക്ക്. This is R31, 3 ൽ നിന്ന് 1 ലേക്ക്. This is R41, this is R51. അല്ലേ, ഇതെല്ലാം എവിടെ ആക്ട് ചെയ്യുന്നത്? Q1 ലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ what is the total force acting on Q1 ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് വെക്റ്റർ സമാണ്. അങ്ങനെ ഫോഴ്സ് എന്നുള്ള ഡയറക്ഷൻ കൂടെ നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. വെക്റ്റർ സമാണ്. ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യും? ഒന്ന് രണ്ടാമത്തെ ചാർജ് ഒന്നാമത്തെ ചാർജിന് കൊടുക്കുന്നത് F21, സോറി ഇതിലല്ലേ ഒന്നാമത്തെ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഏതാ എഴുതേണ്ടത്? ഒന്നാമത്തെ F12 ആർക്കാണോ കൊടുക്കുന്നത് അയാൾ ആദ്യം എഴുതണം. ആരാണ് കൊടുക്കുന്നത്? രണ്ടാമത്തവൻ ഒന്നാമത്തെ കൊടുക്കുന്നു, പ്ലസ് അടുത്തത് മൂന്നാമത്തവൻ ഒന്നാമത്തേന് കൊടുക്കുന്നു, അടുത്തത് നാലാമത്തവൻ ഒന്നാമത്തേന് കൊടുക്കുന്നു, പ്ലസ് അങ്ങനെ എക്സെട്ര പ്ലസ് F1n എല്ലാം ഒന്നാമത്തേൽ ആക്ട് ചെയ്യുന്നത്. അതുപോലെ രണ്ടാമത്തേൽ ആക്ട് ചെയ്യും. നമ്മളിപ്പോ ആദ്യത്തെ ഒരെണ്ണത്തിന് മാത്രമേ കണ്ടുപിടിക്കുന്നു. ഓക്കെ, വാട്ട് ഈസ് F12? that is 1/4πε0 Q1 Q2 by ഡിസ്റ്റൻസ് എത്ര ചെയ്തുള്ള R21 സ്ക്വയർ. ഡയറക്ഷൻ ഏതാ? ഡയറക്ഷൻ പറയണ്ടേ? R21 ക്യാപ് ഇങ്ങോട്ടല്ലേ ആക്ട് ചെയ്യുന്നത് ഫോഴ്സ്. സോ ദാറ്റ് ഈസ് R21 ക്യാപ് പ്ലസ് അടുത്തത് 1/4πε0 1 3 Q1 Q3 by ഡിസ്റ്റൻസ് R1 R31 ആണ് ഡിസ്റ്റൻസ്. 31 1 3 ഡിസ്റ്റൻസ് സെയിം തന്നെ, പക്ഷെ ഡയറക്ഷൻ 3 ൽ നിന്ന് 1 ലോട്ടോ. സോ 31 ക്യാപ് അല്ലേ, പ്ലസ് എക്സെട്ര 14 എഴുതുന്നില്ല, എന്നെ എഴുതണം. 1/4πε0 Q1 Qn by R n1 square Rn1 cap. So therefore force is equal to എല്ലാത്തിലും എന്തുണ്ട്? 1/4πε0 വെളിയിലെടുക്കാം, പിന്നെ Q1 വെളിയിലെടുക്കാം. ബാക്കി എന്താ ഉള്ളത്? Q2 by R21 square R21 cap plus Q3 by R31 square R31 cap plus Q4 by R41 square R41 cap plus etc. plus Qn by n1 square n1 cap. നമുക്ക് ഇതിനെ സിഗ്മ സമ്മേഷൻ യൂസ് ചെയ്ത് ഇങ്ങനെ എഴുതാം. F is equal to 1/4πε0 Q into there will be പറഞ്ഞു സിഗ്മ സമ്മേഷൻ യൂസ് ചെയ്ത് എങ്ങനെ എഴുതുന്നത്? സിഗ്മ ഐയുടെ സമ്മേഷൻ യൂസ് ചെയ്ത് കണ്ടില്ലേ?
ഐയുടെ വാല്യൂ എവിടെ മുതൽ തുടങ്ങുന്നത്? ഐയുടെ വാല്യൂ 2 മുതൽ തുടങ്ങും. ആ 2 മുതൽ ഐയുടെ വാല്യൂ എവിടെ വരെ? 2 മുതൽ n വരെ. x 2 മുതൽ n വരെ. q i r i എല്ലാതും കൂടെ കാണുമല്ലോ. i1 സ്ക്വയർ പിന്നെ i1 ക്യാപ് അല്ലേ? സോ ആദ്യം നമ്മൾ ഐയുടെ വാല്യൂ തുടങ്ങുന്നത് 2 കൊടുക്കുക. അപ്പം q2 by r 21 സ്ക്വയർ 21 ക്യാപ്. അടുത്ത ഐയുടെ വാല്യൂ 3 കൊടുക്കുന്നു. അപ്പോഴോ q3 by r 31 സ്ക്വയർ 31 ക്യാപ്. അങ്ങനെ എവിടെ വരെ കൊടുക്കാം? n വരെ കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് ടൈം കിട്ടും qn by r n1 സ്ക്വയർ r n1 ക്യാപ്. So this is the force. This is a force acting on the multiple charges. Multiple charge മൂലം ഒരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ. So can be represented by the multiple superposition principle. Okay, total charge will be the vector sum of the total force acting on the charge. Okay, total force acting on the charge is a vector sum of the forces acting on this. ഇതാണ് superposition principle. Okay, doubt ഉണ്ടോ അതിനകത്ത്? ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസിലേക്കാണ് ഇനി പോകാനായിട്ട്. ഓക്കെ, സോ ഇനി നമുക്ക് കൊളോംസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലത്തിലേക്ക് നോക്കാം. സോ ഈ ക്വസ്റ്റ്യൻ ഓക്കെ, the electrostatic force of repulsion between two equal positively charged ions. രണ്ട് ഈക്വൽ ആയിട്ടുള്ള പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള രണ്ട് അയോൺസിന്റെ ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ് ഈസ് 3.7 into 10⁻⁹ Newton. When they are separated by a distance of 5 angstrom. Okay, 5 angstrom. Then how many electrons are missing from each ion? ഈ ഓരോ അയോൺസിലും എത്ര ഇലക്ട്രോൺസ് മിസ് ആവും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? So the electrostatic force of repulsion between two equal positively charged ions. Okay, ഇപ്പോ രണ്ട് ചാർജസ് എന്താണ്? ഈക്വൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ്. ദാറ്റ് ഈസ് q1 ഉം q2 ഈക്വൽ ആണ്. അതിനെ കോമൺ ആയിട്ട് q എന്ന് വിളിച്ചു. Then between two positively charged ions force തന്നിട്ടുണ്ട്. Force is, what is the force? 3.7 into 10⁻⁹ Newton. When they are separated by a distance of 5 angstrom. What is angstrom? Angstrom is 10⁻⁻10. So 5 into 10⁻⁻10 meter. So distance separation will be r is equal to 5 into 10⁻⁻10 meter. Okay, then how many electrons are missing from each ion? ഇതിൽ നിന്ന് എത്ര ഇലക്ട്രോൺസ് മിസ്സിംഗ് ആണ്? അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോഴ്സ് ഉണ്ടല്ലോ. So we have F is equal to 1/4πε0 q1 q2 by r square. So that is F is equal to here 1/4πε0 q1 and q2 same one. So q into q, that is q square by r square. Force is given 3.7 into 10⁻⁹. 1/4πε0 is 9 to 10⁻⁹ into q square by, what is r square? R is 5 into 10⁻⁻10 the whole square. നമുക്ക് വേണ്ടത് q ന്റെ വാല്യൂ ആണ്. q തന്നിട്ടില്ല. q ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ q n ൽ നിന്ന് n കണ്ടുപിടിക്കാൻ പറ്റും. സോ വാട്ട് ഈസ് q സ്ക്വയർ? q സ്ക്വയർ കണ്ടുപിടിക്കാൻ q സ്ക്വയർ ഇവിടെ ഒറ്റയ്ക്കാക്കാം. ഇതിവിടെ ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. ഇവരോട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യാം. സോ ദാറ്റ് വിൽ ബി q സ്ക്വയർ is equal to എന്ത് കിട്ടുന്നു? 3.7 into 10⁻⁻9 into ഇവൻ അവിടെ കൊണ്ടുപോയി മൾട്ടിപ്പിൾ ചെയ്യാം. 5 into 10⁻⁻10 the whole square by 9 into 10⁻⁹ ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യാം. 9 into 10⁻⁹. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് ചെയ്ത് നോക്കുമ്പോൾ q സ്ക്വയർ കിട്ടും. അപ്പോൾ q കണ്ടുപിടിക്കാം റൂട്ട് ഓഫ് ദിസ് വാല്യൂ. അപ്പോൾ നമുക്ക് q എത്ര കൂളോം എന്ന് കിട്ടും. ഇതെല്ലാം നമ്മൾ ചെയ്ത് നോക്കാം. ഓക്കെ, then we have q is equal to, what is ne? അപ്പോൾ ഇതിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മിസ്സിംഗ് ഫ്രം ഈച്ച് അയോൺ n ആണ് കണ്ടുപിടിക്കുന്നത്. സോ n will be q by q നമുക്ക് ഇവിടുന്ന് കിട്ടുന്നു. സോ q നമുക്ക് ഇവിടുന്ന് കിട്ടുന്നു ഡിവൈഡഡ് ബൈ ഈസ് 1.6 into 10⁻⁻19 ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ will be 2 ആണ്. ഇത് ചെയ്ത് നോക്കുമ്പോൾ അതിന് കിട്ടണം. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ആൻസർ ഇവിടെ തന്നേക്കുന്നത്, കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതിന്ന് ക്യൂ സ്ക്വയർ വാല്യൂ കിട്ടും, റൂട്ട് എടുത്ത് ക്യൂ കിട്ടും. ക്യൂവിനെ ഈ കൊണ്ട് ഡിവൈഡ് ചെയ്ത് മീൻസ് ചാർജ് ഓഫ് 100 ഇലക്ട്രോൺ 1.6 into 10⁻⁻⁷ ഡിവൈഡ് ചെയ്താൽ നമുക്ക് n കിട്ടും. So that is answer will be 2. So next question. Charges of +5 microcoulomb, +10 microcoulomb and -10 microcoulomb. മൂന്ന് ചാർജ് ഉണ്ട് അല്ലേ? Are placed in air at the corners A, B, Z of an equilateral triangle ABC. Having each side equal to 5 cm. ഓരോ സൈഡ് എത്ര സെന്റിമീറ്റർ? 5 സെന്റിമീറ്റർ ആണ്. Determine the resultant force on the charge at A. A യിൽ ആക്ട് ചെയ്യുന്ന total force എത്ര? Resultant force എത്ര? That's the question. Okay. So what's the question? 3 charges +5 microcoulomb, +10 microcoulomb and -10 microcoulomb are placed at the corners of equilateral triangle ABC. So here is the equilateral triangle ABC. This is an equilateral triangle. This is equilateral triangle A, B and C. So here is +5 microcoulomb. A contains +5 microcoulomb and B contains +10 microcoulomb and C contains -10 microcoulomb. Okay, having each side equal to 5 cm. Okay, one side 5 cm വെച്ചിട്ടാണ്. 5 cm, 5 cm and 5 cm. Determine the resultant force acting on the charge A. A യിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കണം. അപ്പോൾ A യിൽ ആരൊക്കെ ചാർജ് കൊടുക്കും? സോറി, ഫോഴ്സ് കൊടുക്കും. ടോട്ടൽ ചാർജ് അല്ല, ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കും. A യിൽ ആരൊക്കെ ഫോഴ്സ് കൊടുക്കും? A യിൽ B ഒരു ഫോഴ്സ് കൊടുക്കും, C ഫോഴ്സ് കൊടുക്കും അല്ലേ? അപ്പോൾ B A യിൽ കൊടുക്കും, C A യിൽ കൊടുക്കും. അപ്പോൾ ആദ്യം B A ക്ക് കൊടുക്കുന്ന ഫോഴ്സ് കൊടുക്കും. Force acting on A by B. ആ ഫോഴ്സിനെ F1 എന്ന് വിളിച്ചു. പറഞ്ഞോ, ആ ഫോഴ്സ് എന്തായിരിക്കും? Force is 1/4πε0 Q1 Q2 by R square. This is a force. So 1/4πε0 9 into 10⁻⁹. What is Q1? A and B തമ്മിലല്ലേ? 5 microcoulomb ആണ്. So 5 into 10⁻⁶. What is Q2? 10 microcoulomb ആണ്. So that is 10 into 10⁻⁶ by R square. What's the distance? 5 centimeter. Centimeter meter ആക്കുന്നതിനെ into 10⁻². So R square. So 5 into 10⁻² the whole square. So that will be നമുക്ക് എന്ത് ചെയ്യാം? 9 into 5. 9 into 5 is 45. Then 45 into 10. So that is 45. Okay, 45. 10 power പിന്നെ സോൾവ് ചെയ്താൽ 45 into പിന്നെ ഉള്ളതാ 10⁻⁶. -6 -12 10⁻1 അല്ലേ? -1 10 -6 -12 +1 -11 +9 is 10⁻². അല്ലേ? 9 + 10, okay, 10⁻². 5 into square, that is 25 into then 10⁻² into square 10⁻⁻4. So that will be 45 by 25 is 9 കൊണ്ട് cancel ചെയ്താൽ that is 9/5 into -4 മോളിക്കൂളും +4 ആവും 4 - 2 10⁻². 9/5 is approximately 90/5 18. That is 1.8 into 10⁻². That is 180 Newton. Okay. And the active force എത്രയാണ്? 180 Newton. Similarly, അപ്പോൾ ഇനി ഇത് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നേ? ഫോഴ്സ്, റിസൾട്ട് ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് നമുക്ക് വെക്ടർ ഡയറക്ഷൻ കൂടെ നോക്കിയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഈ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നേ? +10 microcoulomb +5 microcoulomb എന്ത് ചെയ്യും? +10 +5 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യും? ഇവനെ റിപ്പൽ ചെയ്യുക. റിപ്പൽ ചെയ്യാന്ന് പറഞ്ഞാൽ അവനെ ഇങ്ങോട്ട് തള്ളും. ദിസ് ഈസ് എ ഡയറക്ഷൻ ഓഫ് F1. ഇതാണ് F1 ന്റെ ഡയറക്ഷൻ. ഓക്കെ, അങ്ങോട്ടായിരിക്കും തള്ളുന്നത്. അടുത്തത് force acting on A by C. C കൊടുക്കുന്ന ഫോഴ്സ് തന്നെ ഞാൻ F2 എന്ന് വിളിച്ചു. What is F2? ഈ ഫോഴ്സ് എന്താ? That is 1/4πε0 Q1 Q2 by R square then again. So that is 9 into 10⁻⁹. Q1 is 5 into 10⁻⁻6. Q2 is -10 ആണ്. പക്ഷെ കൂളോം നമ്മളോട് പറഞ്ഞിട്ട് എന്തെടുത്താൽ മതി?
മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 10 into 10 raised to minus 6 by what is the distance square? 5 into 10 raised to minus 2 the whole square. നേരത്തെ എഴുതിയ അതേ ടേമുകൾ തന്നെയല്ലേ കിടക്കണേ? ഓക്കെ, സോ സെയിം പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും ഇതിലേക്ക് കിട്ടുന്നത്. ദാറ്റ് വിൽ ബി 180 ന്യൂട്ടൺ. നേരത്തെ കിട്ടിയ ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, then what may be the direction? ഈ F2 ന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ആ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? F2 എന്ന് പറയുന്ന ആ വെക്ടറിന്റെ ഡയറക്ഷൻ -10 plus 5 നെ അട്രാക്ട് ചെയ്യും അല്ലേ? സോ -10 എന്ത് ചെയ്യുന്നു? -10 plus 5 നെ അട്രാക്ട് ചെയ്യും. സോ ഇവനെ അട്രാക്ട് ചെയ്യും, ഇവനെ റിപ്പൽ ചെയ്യുന്നു, ഇവനെ ഇതിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, അട്രാക്ട് ചെയ്യും. അപ്പോൾ F1 അങ്ങോട്ട്, ദിസ് ഈസ് ദ F2, ഇതാണ് F2. സോ ദിസ് ഈസ് A, യിലുള്ളത് +5 മൈക്രോകൂളും അല്ലേ? അപ്പോൾ ഇത് F1, ഇത് F2. അപ്പോൾ ഇത് അട്രാക്ട്. ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇതിന്റെ രണ്ടുപേരുടെ വെക്ടർ സം എടുക്കണം. വെക്ടർ സം എടുക്കണമെങ്കിൽ എന്ത് വേണം? രണ്ട് വെക്ടർ തന്നാൽ അതിന്റെ വെക്ടർ സം എങ്ങനെ എടുക്കുന്നത്? സം എങ്ങനെ എടുക്കുന്നത്? ടോട്ടൽ ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിസൾട്ടന്റ് ഫോഴ്സ്, രണ്ട് വെക്ടറിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. Resultant force acting on A, that is F is equal to root of F1 square plus F2 square plus 2 F1 F2 cos theta. അല്ലേ? root of A square plus B square plus 2AB cos theta. ഇവിടെ F1 F2 ആണ്. So root of F1 square plus F2 square plus 2 F1 F2 cos theta. So what is root of ഇനി അപ്പോൾ ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ, ഈ ആംഗിൾ കണ്ടുപിടിക്കുക. This is theta. തീറ്റ എത്രയായിരിക്കും? ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണെന്ന് പറഞ്ഞിട്ടില്ല. ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണെങ്കിൽ this is 60 degree, this is 60 degree, also this is 60 degree. So theta will be മൊത്തം 180 അല്ലേ? അപ്പോൾ 180 ൽ നിന്ന് 60 കുറച്ചാൽ theta is 120 degree. So that is F1 is 180 square plus 180 square plus 2 into 180 into 180 into cos 120. So that is root of 180 square. 180 square plus 180 square is 180 square plus 180 square plus 2 into 180 into 180 is 180 square. Into cos 120 minus 1/2 ആണ് കേട്ടോ. cos 120 minus 1/2 ആണ്. So 2 and 2 get cancelled. So there will be root of 180 square plus 180 square. 180 square into minus 1 is minus 180 square. So minus 180 square and plus 180 square cancel. So root 180 square. So root 180 square, square എടുത്ത് root എടുത്താൽ again 180. So 180 Newton is the answer of this question. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. നമ്മൾ അതോടുകൂടി നമ്മുടെ ഈ ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെഷൻ നമ്മുടെ കഴിയാണ്. ഇനി നമ്മൾ അടുത്ത ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന സെഷനിലേക്കാണ് നമ്മൾ ഇനി അടുത്ത ദിവസ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. ഓക്കെ, താങ്ക് യു.